ഇങ്ങോട്ട് തന്നെ കണ്ണാപ്പി ബാക്കിലോട്ട് വന്നേ സ്വിമ്മിംഗ് പൂൾ സൈഡ് മറ്റേ തക്കുടവിടെ ലോകോടെ അവിടെ റോഡോട്ടോ കണ്ണാപ്പിയോട് സംസാരിക്കാൻ പറ്റൂ. എനിക്ക് അറിഞ്ഞൂടെ വന്നപ്പോ തൊട്ടേ എല്ലാരും പിള്ളേരെല്ലാരും രാഹിന്റെ അടുത്ത് ചോദിച്ചേക്ക് രാഹിന്റെ അടുത്ത് പറയാണ് കണ്ണാപ്പി ഞങ്ങളുടെ കൂടെ വിട്ടാലും ഒരു പ്രശ്നമില്ല. അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിരുന്നു നിന്നെ ഭയങ്കര സ്പെഷ്യൽ ഓഫറും പറഞ്ഞു കണ്ണാപ്പിയെ തൊട്ട് ഇങ്ങി തൊട്ട് അണ്ണാന്ന് വിളിക്കുന്നത് പിള്ളേര്. അണ്ണൻ കണ്ണാപ്പി അണ്ണൻ കണ്ണാപ്പി അണ്ണെന്ന് വിളിക്കാന്ന് മറ്റേ എടാ അവരിപ്പോ പറയണെന്ന് വെച്ചാൽ ലീഡർ അടക്കം മീൻസ് കണ്ണാപ്പി അണ്ണാന്ന് വിളിക്കാന്നുള്ള ഒരു രീതിയിലാണ്. അല്ല അപ്പൊ ഞാൻ സോളണ്ണാന്ന് വിളിക്കണം അവിടെ അണ്ണനിപ്പോ കാണണം. സോളൊന്നും വിളിക്കണ്ട എടാ അത് എല്ലാവർക്കൊക്കെ നിന്നെ എന്തോ ഭയങ്കര താല്പര്യം. അപ്പം അവർ ലൈനപ്പൊക്കെ അടിച്ച് സെറ്റ് ആയി നിൽക്കണം. നമ്മൾ അവിടെ കയറി നശിപ്പിക്കുന്നത് ശരിയല്ല. നല്ലൊരു ഗ്യാങ്ങിന് കളക്കം വരുത്താൻ ഞാൻ സമ്മതിക്കില്ല. അവന് നല്ലൊരു ഗ്യാങ് കളങ്കം വരുന്നതിന് താല്പര്യമില്ല. അപ്പൊ പിന്നെ ബെല്ലാരിൽ വിടണ്ട, വേറെ എടുത്ത് കളഞ്ഞേര്. റിക്രൂട്ട്മെന്റ് ഞാൻ ഗ്യാങ് ഹൗസിൽ കയറി തൂങ്ങാണ്. അങ്ങനെ സംഭവം ആർക്ക് നഷ്ടം? നേരത്തെ പറഞ്ഞ തിരക്കിക്കൊണ്ടിരിക്കുന്നു അവിടെ നീ തൂങ്ങോ, നീ എന്ത് വേണേ ചെയ്തോ. എനിക്കതൊക്കെ വിഷമാണ്. അതൊക്കെ വിഷമമാണ് എനിക്ക്. ആർത്തിട്ട് എന്ത് വിഷമം? നിന്റെ വിഷമം ഇന്ന് ഞാൻ മാറ്റി. അല്ല അത് മാറ്റിയാണ്. ഇന്ന് മാറി അല്ലണ്ണ അവന്മാർക്ക് മുട്ടി നിൽക്കണം. മനസ്സിലായ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു മനസ്സിലായ. എടാ ചന്ദ്ര 159 എത്രയായിരുന്നു? 19. പക്ഷേ വേറൊരു സജഷൻ പറയണെന്ന് എല്ലാരും പറഞ്ഞാൽ 19 വരെ. അപ്പൊ വണ്ടി ഇല്ലാതെ സിറ്റുവേഷൻസ് ഒക്കെ എങ്ങനെ എടുക്കുമെന്ന് കുറെ പിള്ളേർ വന്ന് എന്നോട് സംസാരിച്ചായിരുന്നു. അത് മാത്രമല്ല ഇപ്പൊ വണ്ടി റെഡി ആയിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം. പക്ഷെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സ്ഥലവും പ്രസന്റ് ചെയ്യേണ്ട ഇവന്റും പിന്നെ ലൈക്ക് ഇതുമാണ് സീന്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് മാത്രമല്ല 2 പരിപാടി വെക്കേണ്ടത്. ഇപ്പൊ എന്തായാലും മനസ്സിലായി നമുക്ക് അത് ഒരു 10-ാം തീയതി മാറ്റി വെച്ചാലും 19-ാം തീയതി വരുമ്പോ വീണ്ടും ഒരു ഫങ്ഷൻ വരും. ഞാൻ ഇവരുടെ ജസ്റ്റ് ഒന്ന് പറയട്ടെ ഗൈസ്. ടിവിയുടെ ഗ്യാങ് വർക്കുകളും നമ്മുടെ ആനിവേഴ്സറി ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്താലോ? അതല്ല നല്ലത്. ഹലോ പറയടാ സർപ്രൈസ് എന്റെ ഗിഫ്റ്റ് ആണ് വാസണ്ണ. ഈ കമാച്ചി എനിക്ക് എത്രാമത്തെ തൊട്ടാണ് സർപ്രൈസ് തരുന്നത് അറിയോ? സർപ്രൈസ് ഞാൻ വേണമെങ്കിൽ അവിടെ നിന്ന് ഒന്നുകൂടെ ആക്ഷൻ ഇടാം. അല്ലാതെ വേറെ നിവർത്തിയില്ല. ഞാൻ നിന്നെ കുറ്റം പറയണതല്ല. കമാച്ചി എനിക്കൊരു 50 തൊട്ട് സർപ്രൈസ് തന്നു. സർപ്രൈസ് കമാച്ചി പേരില്ല 159 ലേഡി 159. സിറ്റിയില് ഞാൻ ഐഡിക്കിടാം. എനിവേ ബ്രോ എഫേർട്ട് എടുത്തതിന് ഒരുപാട് താങ്ക് യു. ഇത് ഒരുപാട് ചന്ദ്രമോഹൻ ഒരാൾക്കാരുടെ ഇൻസൾട്ട് ചെയ്ത് എങ്ങനെയൊക്കെ നോസ് ചെയ്യട്ടാ. ശരിക്കും മിസ് ചെയ്തേട്ടാ. ഞാനൊരു കാര്യം പറയട്ടെ, ഇങ്ങോട്ട് റേഡിയോ അക്കൗണ്ട് കണ്ടാ നീ? എനിക്കറിയണ്ട നികത്താൻ പറ്റാത്തൊരു ഇതുണ്ടല്ലോ, സ്പേസ് ഉണ്ടല്ലോ. അതാണ് എനിക്ക് ഈ കുടുംബത്തിലത്. സത്യം കണ്ടപ്പോ അങ്ങോട്ട് മാറി. ചന്ദ്ര സാറൊക്കെ ഒന്ന് വന്നേ. എന്റെ ബർത്ത്ഡേ കളർ ഡ്രസ് എനിക്ക് രായനെ കൂടെ രായൻ എവിടെ? രായൻ ബെല്ലാരി രായൻ. ഹലോ കൊണ്ടുപോയി ആള് കൊണ്ടുപോയി. ആർത്തടിപ്പൂർ കൊണ്ടുപോയി. ചന്ദ്ര ഞാനൊരു കാര്യം പറയാം. ബാക്കി ഗ്യാങ് ടാഗ് ഇത് എനിക്കാണോ? DM ഫ്രം അഡ്മിൻ ഇതെനിക്കാണോ? കളിക്കാലോ എവിടെയും. എടാ ഞാനൊരു കാര്യം പറയട്ടെ. ഇവന്മാരത്തൊന്ന് മാറി സംസാരിക്കാം. ഒന്നേ ബാക്കിലോട്ട് ആരും വലിഞ്ഞേറി വരല്ലേ. ഇവിടെ ഒരു ലീഡർ കോ ലീഡർ ഡിസ്കഷൻ നടക്കാണ്. ഹലോ
ആ ബ്രോ ഓക്കെ 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 അണ്ണാ 159 വണ്ടി വന്നാ ഞാൻ പറഞ്ഞ ഡീപിച്ചിട്ടുണ്ടോ അവനെ ഞാൻ നോക്കട്ടെ 159 വാലറ്റ് എടുത്തു. യുവർ വെഹിക്കിൾ ഈസ് ഓൺ ഇറ്റ്സ് വേയോ. അത് 26 സെപ്റ്റംബറിൽ. നിക്ക് വാലറ്റില് ഗറാജ് വന്നു കമാച്ചി. ഓക്കെ ഓക്കെ സെറ്റ് അവനെ ഒന്ന് വിളിച്ച് പറഞ്ഞു. അപ്പൊ എടാ ഞാൻ ഒരു കാര്യം പറയാം. ഇനി കുറച്ച് ഈ കൂട്ടത്തില് ഏറ്റവും കുഞ്ഞുകളെ ഉള്ളത് ഉത്തരവാദിത്വം ഇല്ലാത്തതായിട്ടുള്ള കോലീഡർ നീയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് നിന്നെ വിളിച്ചത് പറയണം. കയ്യില് ലീഡർ കോ ലീഡർ അങ്ങനത്തെ ഒരു കാറ്റഗറിയിലാണ് അല്ല എന്റെ ടിവിയിൽ അല്ലെങ്കിൽ കുറച്ച് കുഞ്ഞുകളെയും ഗുണായ്മയുള്ളത് നിനക്ക് മാത്രമാണ്. ഒരു സംശയമില്ല അതിലൊരു സംശയമില്ല. അതുകൊണ്ടാണ് നിന്നെ കേട്ടാ. അപ്പൊ ഇവന്മാരുടെ അടുത്ത് ഇനി കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കണം. വെറുതെ കുഞ്ഞു കളിക്കരുത് കേട്ടാ. സ്ട്രിക്റ്റ് ആയിട്ട് നിന്നതാ ഇതേപോലെ റേഡിയോ നിറഞ്ഞിരിക്കും. അല്ലെങ്കിൽ ഇതുപോലെ രണ്ടുപേരെ ചന്ദ്ര ഞാൻ നിന്നെ മെയിൻ ആയിട്ട് ഇപ്പൊ വിളിച്ചതെന്ന് പറഞ്ഞാ ഇവർക്ക് പറയണമെന്ന് തോന്നി. കുറെ നാളായിട്ട് എനിക്ക് പറയണമെന്ന് തോന്നിയതാണേ. അതായത് റേഡിയോയിൽ കുറെ നാളായിട്ട് ഞാൻ പറയണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ ഇവർക്കൊക്കെ ഒരു വിചാരമുണ്ട് എന്താ ഈ OG മെമ്പേഴ്സിനെ ഒന്നും ഇതിൽ നിന്ന് എടുത്ത് കളയത്തില്ലെന്ന് കേട്ടാ. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു തോട്ടങ്ങ് മാറ്റണം. അപ്പൊ കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആവും. ഞാൻ എന്റെ ഒരു ഇതിൽ ഒരാളെ മനസ്സറിഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്താലേ നടക്കുള്ളൂ. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് പറഞ്ഞാൽ ചന്ദ്രനെ കുറച്ച് നാള് മാറ്റി നിർത്താം. ചന്ദ്ര അത് നിനക്ക് സമ്മതമാണെങ്കിൽ മാത്രമാണ്. കാരണം അങ്ങനെ ഒരാളെ ചെയ്താൽ മാത്രമേ ബാക്കിയുള്ളവരുടെ ആ ഒരു പേടി വരത്തുള്ളൂ. എല്ലാരും ഇപ്പൊ നല്ലോണം പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് നീ അങ്ങോട്ട് പോയാൽ കുറച്ച് അലമ്പാക്കാവരെ. അത് സത്യം. അപ്പൊ എന്താ അഭിപ്രായം? ചന്ദ്രന്റെ അഭിപ്രായം എന്താ? നിങ്ങൾ എന്നെ മാറ്റുന്ന കാര്യം ഡിസ്കസ് ചെയ്യണേ. പിന്നെ വേറെന്ത്? പത്തിരു ദിവസം വരാഞ്ഞപ്പോട്ട് ഞങ്ങൾക്ക് ആ ഒരു ഗ്യാപ്പ് അറിഞ്ഞതേ ഇല്ല കേട്ടോ. സത്യം അതുകൊണ്ടാണ് കഴിഞ്ഞ 4 വർഷവും നിങ്ങൾ ഉറങ്ങിയിട്ടേ ഞാൻ ഉറങ്ങിയിട്ടുള്ളൂ. നിങ്ങൾ കഴിച്ചിട്ടേ ഞാൻ കഴിച്ചിട്ടുള്ളൂ. എന്നാ അതൊക്കെ മറന്നുവല്ലേ രായ? നീ എല്ലാം അറിയണേ ഇത് എന്നെ മാറ്റാൻ ഡിസ്കസിങ് ഓനെ നീ എന്നെ കുറച്ചേരം നിന്റെ ചിരി കണ്ട പോലെ ചന്ദ്ര നിനക്ക് നല്ല പോത്തിറച്ചി പോത്തിന്റെ കാല് അണ്ണാ അത് കുഴപ്പമില്ല. തമാശ കണ്ണിടക്കുള്ളതെന്നൊക്കെ അറിയാം. അണ്ണാ വാ മീറ്റിംഗ് നടത്തണ്ടേ? ഇതെല്ലാം റെഡി അല്ലേ? എല്ലാം റെഡി. ഞാൻ പോട്ടെ എന്തോ പോലെ ഇപ്പം മറ്റേ രണ്ടുപേരെ കളഞ്ഞോണ്ട് എല്ലാരും ആക്റ്റീവ് ആയെന്ന് പറഞ്ഞ് നീ വെറുതെ വന്നിട്ട് ആക്റ്റീവ് ആയിട്ടുള്ള രണ്ടുപേരെ പിടിച്ച് കളയരുത്. അടുത്ത മണ്ടാത്ത ഇത്തരങ്ങളെ കാണിക്കും. സിറ്റുവേഷനിൽ പോയിരുന്നത്. എടാ രായ എന്റെ ഈ പാന്റ് ഒന്ന് വലിച്ചു മോളി.